പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 2-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ആമേൻ, കർത്താവിന് നന്ദി പറയുവാൻ, കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തുവാനൊക്കെ ആയിട്ട് നല്ലൊരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ പിതാവ് ഒരുക്കി തന്നതോർത്ത് നമ്മുടെ കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആമേൻ. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ കൂടെയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. സ്തോത്രം. രാവിലെ ഉണരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട്, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ഓ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഒന്നും മറക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തരുതേ കർത്താവേ. അങ്ങ് ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കായിട്ടും ഈ പ്രഭാതി നന്ദി പറയുക, നന്ദി പറയുക, സ്തോത്രം പറയുക, സ്തുതിക്കുക കർത്താവേ, സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. യെസ്. ഓ താങ്ക് യു ഫാദർ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത ഓരോ നന്മകളെയും ഓർത്ത് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 27-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 4-ാം ഭാഗം പറഞ്ഞു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അങ്ങ് അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാൻ, ആരാധിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരമാണ്. അതുകൊണ്ട് ജയഘോഷത്തോടുകൂടെ ആമേൻ ഈ പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രയാഗങ്ങളെ നമുക്ക് അർപ്പിക്കാം. ആമേൻ. നമുക്ക് കർത്താവിനെ പാടി പുകഴ്ത്താം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, സ്തുതികൾക്ക് യോഗ്യനെ സർവശക്തനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. അങ്ങേ മഹത്വപ്പെടുത്തുന്ന പിതാവേ, അങ്ങേ പുകഴ്ത്തുന്ന പിതാവേ, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്ന പിതാവേ. അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം, രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം, കഴിഞ്ഞ പകലും അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം, ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അപ്പാ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി അവരെ കൈപിടിച്ച് നടത്തണമേ. എന്താ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുന്നത് എന്ന് ചോദിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അവർക്ക് അതിനൊരു അറുതി യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, അവരുടെ ആവശ്യങ്ങൾ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലി സ്ഥലങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവിടെയുള്ള എല്ലാ അസ്വസ്ഥതകളും അസ്വരസ്യങ്ങളും മാറട്ടെ. ജോലി സ്ഥലത്തുള്ള പഠനപ്പിണക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ജോലി സ്ഥലത്തുള്ള എല്ലാ ആമേൻ 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 എല്ലാ പാഷ്യാലിറ്റികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. എല്ലാ തളർന്നിരിക്കുന്ന അനുഭവങ്ങളും ജീവൻ വെച്ച് എടുക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവിക അത്ഭുതം ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകട്ടെ. അതുപോലെ രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇടത്തെ കാലിൻ്റെ തുടയുടെ പുറകിൽ വേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളുടെ സൗഖ്യം അവൻ വ്യാപരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യം ആ തുടയുടെ നടുഭാഗത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം അത്ഭുതം സംഭവിക്കട്ടെ. വാതിലുകൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഇന്ന് ഫ്രൈഡേ മിഡിൽ ഈസ്റ്റിൽ ആരാധനയുള്ള ദിവസം കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ, ദൈവശക്തി വ്യാപരിക്കണമേ.
സഹായിക്കണമേ കഥാവേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. മീറ്റിങ്ങുകളെ സീരിയസ് ആയി കാണുവാനുള്ള ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും വിടുതലുകൾക്കും നന്ദി കർത്താവേ. അങ്ങയുടെ നാമം ഇന്ന് ഈ പ്രഭാതി മഹത്വപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ധ്യാനിക്കണം കേട്ടോ. കേൾക്കുന്ന വചനം പിന്നെയും ധ്യാനിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടൊന്നും ആകത്തില്ല. ഒരു 4-5 പ്രാവശ്യമൊക്കെ കേൾക്കണം. സൗകര്യമുള്ളപ്പോഴൊക്കെ കേൾക്കണം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നത് വരെ കേൾക്കണം. അത് നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നത് വരെ കേൾക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ എന്തു പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കാം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റുമാലും ഒത്തിരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ തിരുവചനം പറയുക, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികൾ ചെയ്യുകയാൽ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി ആരംഭിക്കുന്നതാണ് ദൈവസഭയുടെ തുടക്കമെന്ന് പറയുന്നത്. അവൻ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവൻ തൻ്റെ ദാസന്മാരുടെ മേൽ വരുന്നു, അവരുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു, അവർ ശുശ്രൂഷകളിലൂടെ ആരംഭിക്കുന്നു. തുടർന്ന് പറഞ്ഞാൽ അവർ ജീവിതം ആരംഭിക്കുന്നു എന്ന് വേണേൽ പറയാം. അവർ ജീവിക്കുകയാണ്. ശുശ്രൂഷ എന്ന് മാത്രമല്ല, അവരുടെ ലൈഫ് തുടങ്ങുക, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മറിയുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം വീണ്ടും ജനിക്കപ്പെട്ട നിമിഷം മുതൽ ഒരു പുതിയ സ്റ്റൈലിലേക്ക് മാറുകയാണ്. കരമുയർത്തി ഒരു സ്തോത്രം പറയാമോ? അതായത് അവർ ആ വീണ്ടും ജനനത്തോടുകൂടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ നിത്യജീവനുമായിട്ടാണ് അവർ ജീവിക്കുവാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഓരോ ദിവസവും അവരുടെ ഉള്ളിൽ നിന്ന് ദൈവിക പ്രവൃത്തികൾ വന്നുകൊണ്ടേയിരിക്കുക. ദൈവിക ജീവൻ അവരുടെ മേൽ വ്യാപരിച്ചു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് വീണ്ടും ജനിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതായ ഭാഗമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ. അപ്പം അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി. യേശു എങ്ങനെ ഭൂമിയിൽ ജീവിച്ചോ അതേ ലൈഫ് സ്റ്റൈലിലേക്ക് അവരുടെ ജീവിതം മാറുകയാണ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 1 നിങ്ങൾ 2-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ഒന്ന് വായിച്ചു നോക്കി. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധാരണക്കാർക്ക് ആമേൻ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അവരുടെ മുമ്പിൽ എല്ലാം അസാധാരണമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നു. അന്നത്തെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെടുന്നു. ആമേൻ. എന്താണ് അതിൻ്റെ പിൻപിൽ? ആമേൻ. വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത, മുൻപരിചയമില്ലാത്ത, ആമേൻ, പ്രാസംഗിക ശൈലിയില്ലാത്ത അപ്പോസ്തലന്റെ പ്രസംഗത്തിൽ സംഭവിക്കുന്നത് എന്തുവാ? അവിടെ ദൈവികമായ ഇടപെടൽ, സൂപ്പർ നാച്ചുറൽ, മാനുഷിക ചിന്തകൾക്കും സയന്റിഫിക്കൽ തെളിവുകൾക്കും അതീതമായി, ചിന്തകൾക്കും അതീതമായി ദൈവത്തിൻ്റെ കരം അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ ഇവരിലൂടെ പ്രവർത്തിച്ചപ്പോൾ അന്ന് 30,000-ഓളം 3,000-ഓളം മാനസാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ 3-ാം അധ്യായം വരുമ്പോൾ ആമേൻ സുന്ദരൻ ഗോപുരത്തിൻ്റെ വാതിക്കൽ ജന്മനാ മുടന്തനായി കിടക്കുന്നവൻ അപ്പോസ്തലന്മാരുടെ വാക്കിൻ്റെ മേൽ അവരുടെ കൈവെക്കുമ്പോൾ അവർ അത്ഭുതകരമായി സൗഖ്യമാകുക. കാരണം യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ അവൻ രോഗികൾ സൗഖ്യമാകും. വിശ്വസിക്കുക, അതവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ കഴിയുന്നത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തൻ്റെ ദാസന്മാർ നേരിടുന്നു. അവൻ അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും അവർ കാണുന്നു. ഇതൊന്നും ഇവർ മാനുഷികമായ കരങ്ങളാൽ ചെയ്യുകയല്ല. ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ അസാധാരണ ഇടപെടലുകളിലൂടെ ദൈവം ഇവരിൽ വസിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. വൺസ് മോർ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. സാധാരണ ജീവിതമല്ല ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ ജീവിതം തന്നെയാണ്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞിട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ എല്ലാ നിലകളിലും സൂപ്പർ നാച്ചുറലായി മാറും.
മാറും. ആമേൻ, ആമേൻ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, റിയലി അത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഫാക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ ദിവസവും യഹോവയാൽ നിയന്ത്രിക്കപ്പെട്ട ദിവസങ്ങൾ, ഓരോ ദിവസവും സർവശക്തനായ ദൈവത്തിൻ്റെ പ്രൊവിഷൻ അനുഭവിച്ച് നടക്കുന്ന ദിവസങ്ങൾ, ഓരോ ദിവസങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലും സർവശക്തനായ കർത്താവ് മുഖാന്തരമുള്ള ഡെലിവറൻസുകളും അനുഭവിച്ച് ജീവിക്കുക. അപ്പോസ്തലപ്രവൃത്തി അവസാനിക്കുമ്പോൾ അവൻ അണലി പൗലോസിൻ്റെ കയ്യിൽ ചൂറ്റിട്ടി കിടക്കുക. എന്നാൽ പൗലോസ് എന്ത് ചെയ്തു? അവിടെ നിന്നവർ, അവിടുത്തെ ദേശക്കാർ വിചാരിച്ചു ഇപ്പോൾ പൗലോസ് വീർക്കും, പൗലോസ് ചാകും. നോ, അങ്ങനെ സംഭവിച്ചില്ല. പൗലോസ് എന്ത് ചെയ്തു? ആ അണലിയെ കൊട്ടഞ്ഞു കളഞ്ഞ് നോർമലായിട്ട് നടക്കുക. അതാണ് ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കും. ഇന്നലെ പറഞ്ഞതുപോലെ സൂപ്പർ നാച്ചുറൽ നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകുവാൻ 3 കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസം. ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വാസം. നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു, ദൈവത്തിന്റെ ജീവൻ എൻ്റെ ഉള്ളിലായി എന്ന വിശ്വാസം, അതാണ് ഫെയ്ത്ത്. പിന്നെ കർത്താവ് എന്തു പറഞ്ഞു അതിൽ വിശ്വസിക്കണം. പത്രോസും ആദ്യം സഭ എന്തുകൊണ്ട് അത്ഭുതം കണ്ടു? അവർ വിശ്വസിച്ചു. നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചു, അത് സംഭവിച്ചു. അങ്ങനെയാണ് അവർ അത്ഭുതം കാണുവാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. 2, ആശ്രയം കർത്താവിൽ തന്നെ ആയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ എങ്ങും തന്നെ അവർ മനുഷ്യരിൽ ആശ്രയിച്ച ഒരു ചരിത്രമില്ല. അവരെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരുന്നപ്പോൾ ദൈവിക വിടുതൽ അവരുടെ ജീവിതത്തിൽ വന്നു. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ദൈവം ഇടപെടും. താങ്ക് യു ജീസസ്. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ദൈവിക ഇടപെടൽ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് ചെയ്യണം. കർത്താവിൽ ആ വിശ്വാസമുള്ളവർ കർത്താവിൽ ആശ്രയിക്കുന്നവരായി മാറും. ഏത് വിഷയം വന്നാലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് മക്കളുടെ കാര്യമാണോ, മോൻ്റെ കുഞ്ഞിൻ്റെ വിവാഹ കാര്യമാണോ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണോ, വീടിൻ്റെ വാടകയുടെ കാര്യമാണോ, അല്ല ജോലി വിഷയമാണോ, എന്തുമായിക്കോട്ടെ അവനിൽ തന്നെ ആശ്രയിക്കണം. അവനിൽ തന്നെ ആശ്രയിക്കണം. രോഗസൗഖ്യമാണോ, അവനിൽ തന്നെ ആശ്രയിക്കും. സോ ദെൻ എന്ത് കാണാൻ പറ്റും? സൂപ്പർ നാച്ചുറൽ കാണാൻ പറ്റും. ആശ്രയം വേണം. 3, അനുസരണം ഉണ്ടാകണം. അതിന് ഉദാഹരണം പറഞ്ഞത് അന്ന് ആ കനായിലെ കല്യാണ ദിവസം യേശുവിൻ്റെ അമ്മ അവിടുത്തെ പരിചാരകരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്തേക്കണം. കാരണം യേശുവിൻ്റെ അമ്മയ്ക്കറിയാം അവൻ എന്തു പറഞ്ഞാലും അത് സൂപ്പർ നാച്ചുറലായി മാറും. അപ്പം ഈ യേശു എന്തു പറഞ്ഞു? നിങ്ങളൊരു കാര്യം ചെയ്യുക, ശുദ്ധീകരണത്തിന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കലമുണ്ടല്ലോ, പാത്രം, അതിനകത്തോട്ട് വെള്ളം നിറച്ചു കൊടുത്തു വിരുന്നുവാഴിക്ക് കൊടുത്തോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ആ കേട്ട വാക്ക് വിശ്വസിച്ച് യേശുവിൽ ആശ്രയിച്ച് അവരനുസരിച്ചപ്പോൾ മേത്തരമായ വീഞ്ഞായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സിമ്പിൾ കാര്യമായിരിക്കാം കർത്താവ് പറഞ്ഞു, പക്ഷെ ആശ്രയിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. നിങ്ങളുടെ ലൈഫ് സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലായി മാറും. എന്നും നിങ്ങൾ അത്ഭുതം കാണാൻ തുടങ്ങും. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ദൈവിക അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. സാധാരണ അത്ഭുതങ്ങളല്ല, അസാധാരണ അനുഭവങ്ങൾ, അസാധാരണ അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങളെ വിളിച്ചത് നാച്ചുറൽ ലൈഫിൽ പോകാനല്ല, സൂപ്പർ നാച്ചുറൽ ലൈഫിൽ പോകാൻ. അതിനെന്ത് ചെയ്യണം? ദൈവവചനത്തിൽ വിശ്വസിക്കണം, ആശ്രയിക്കണം, അനുസരിക്കണം. നിങ്ങളുടെ ലൈഫ് സൂപ്പർ നാച്ചുറലായി മാറും. നിങ്ങളോട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയത്തിനെക്കുറിച്ച് എന്ത് തിരുവചനം പറഞ്ഞിരിക്കുന്നു അത് വിശ്വസിക്കുക, അതിലാശ്രയിക്കുക. എന്തു പറഞ്ഞിരിക്കുന്നു അതനുസരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ ആക്ടിവേറ്റഡ് ആയി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളും ആ ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകൾ തുറക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. We are shining by the power of Holy Spirit. God bless you. God bless you. God bless you.